ഹരി ഓം, നമസ്കാരം. നമുക്ക് ആചാരത്തെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ആചാരങ്ങൾ പല വിധത്തിലുണ്ട്. അപ്പോൾ സദാചാരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് പ്രയോജനം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആചാരം കൊണ്ട് പ്രയോജനമെന്ന് നമുക്ക് ചോദിക്കാം. പലരും പറയാറുണ്ട്, അമ്പലത്തിൽ പോയാൽ എന്താണ് ഗുണം, എന്താണ് അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, അതായത് ആചാരങ്ങൾ എപ്പോഴും മനസ്സിനെ ഉത്കർഷത്തിലേക്ക് കൊണ്ടുവരും. ആചാരങ്ങൾ ശരീരത്തെ, ഭൗതിക ശരീരത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരും. ജീവനെ സാത്വികമായ സ്വഭാവത്തിലേക്ക്, ജീവവാസനകളെ കൊണ്ടുവരും. ഇതൊക്കെ ആചാരങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം മനസ്സിനെ കഴുകി വൃത്തിയാക്കിയെടുക്കാൻ നിത്യനാമജപാദികൾ തുടങ്ങി, ക്ഷേത്ര ദർശനങ്ങൾ തുടങ്ങി, പൂജാതി കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങൾ തുടങ്ങി, ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിനെയും ശരീരത്തെയും ജീവനെയും പോസിറ്റീവാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു പ്രയോജനം. അപ്പോൾ അതേപോലെ തന്നെ ഈ ആചാരങ്ങളെ കുറേ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഭൗതികമായ തലത്തിൽ തന്നെ ചിന്തിച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ജീവിതത്തിൽ. അത് വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ തന്നെ ആചാരങ്ങളെ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് അത് സമൂഹത്തിൽ പ്രയോജനപ്പെടുന്നത്. ഇപ്പം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സ്വാഭാവികമായ ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ 33 കോടി ദേവന്മാരുണ്ട് എന്നാണ്. പക്ഷേ സനാതന ധർമ്മം അനുസരിച്ച് ആചാരങ്ങളുടെ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഒരു ഹിന്ദു വിശ്വാസി ദിവസവും 5 ദേവന്മാരെ പ്രാർത്ഥിക്കണമെന്നാണ്. പ്രധാനമായിട്ട് 5 ദേവന്മാരെ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ 5 ദേവന്മാരെന്ന് പറയുന്നതിന്, ആ 5 ദേവന്മാരെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള പ്രാർത്ഥിക്കുന്ന ആളിന് എന്താണ് പ്രയോജനം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദിത്യനെയും ഗണപതിയെയും ദുർഗയും വിഷ്ണുവിനെയും ശിവനെയും പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ 5 ദേവന്മാരെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ആദിത്യനെ പ്രാർത്ഥിക്കുക. എന്താ, ആദിത്യന് ആയുർകാരകനാണെന്നാണ്. അപ്പോൾ ആയുർകാരകനായിരിക്കുന്ന ആദിത്യനെ പ്രാർത്ഥിക്കും തോറും പ്രാണശക്തി കൂടും, ആരോഗ്യം കൂടും. അപ്പം നിത്യവും ആദിത്യനെ ഗായത്രി മന്ത്രം കൊണ്ട്, സൂര്യഗായത്രി മന്ത്രം കൊണ്ട് നിത്യവും പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ശരീരശുദ്ധി ചെയ്ത് ഭഗവാനെ, ആദിത്യനെ നോക്കി നിന്നുകൊണ്ട് സൂര്യഗായത്രി മന്ത്രം ജപിക്കുകയും അല്ലെങ്കിൽ ആദിത്യ ഹൃദയം ജപിച്ച് നിത്യവും പ്രാർത്ഥിച്ചാൽ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സൗന്ദര്യവും ശരീരത്തിനുണ്ടാകും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഗണപതിയെ, അപ്പോൾ ഗണപതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗണങ്ങളുടെ പതി എന്നാണ്. അവർ ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടമെന്നാണ്. അപ്പോൾ ആ ഗണങ്ങളുടെ പതി എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്ത് തന്നെ അനേക ഗണങ്ങൾ ചേർന്നതാണ്. അപ്പം പ്രാണന്മാർ പ്രധാനമായിട്ട് 5 മഹാപ്രാണന്മാരും 5 ഉപപ്രാണന്മാരും ഉണ്ട്. അപ്പോൾ ആ പ്രാണങ്ങളുടെ ഒക്കെ പതി ആണ് ഗണപതി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാതുക്കൾ, സപ്തധാതുക്കൾ, അത് ഒരു ഗണമാണ്. അപ്പോൾ അതിൻ്റെ ചൈതന്യാവസ്ഥയും ഭഗവാനാണെന്നാണ്. അതേപോലെ തന്നെ കോശസംഘാതങ്ങൾ നമുക്കറിയാം. പ്രാണമയകോശം, അന്നമയകോശം, ജ്ഞാനമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. അപ്പോൾ ഈ കോശസംഘാതങ്ങൾ അതൊരു ഗണമാണ്. ഇന്ദ്രിയ സംഘാതങ്ങൾ അതൊരു ഗണമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ അതൊരു ഗണമാണ്. അപ്പോൾ ഇങ്ങനെ ശരീരധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഗണങ്ങളുടെയും പതി ജീവശക്തിയാകുന്ന കുണ്ഡലിനി ശക്തി സ്വരൂപത്തിൽ നമ്മുടെ വ്യഷ്ടി ശരീരത്തിൽ തന്നെ വസിക്കുന്ന ജീവാത്മാവിനെയാണ് 4 ഇതൾ മധ്യേ ജീവാത്മാവ് ശോഭിക്കുന്നത്. അപ്പം യോഗശാസ്ത്രം അനുസരിച്ച്, പതഞ്ജല ശാസ്ത്രം അനുസരിച്ച് ആ മൂലാധാരത്തിന് ചതുരാകൃതിയാണ്, അതിന് 4 ഇതളാണ്. ആ 4 ഇതൾ പത്മത്തിലാണ് ജീവാത്മാവ് ശോഭിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗണപതി ഹോമം നടത്തുമ്പോൾ അതിൻ്റെ ഹോമകുണ്ഡത്തിൻ്റെ ആകൃതി ചതുരാകൃതിയിലാണ്. അപ്പോൾ ആ
മൂലാഗ്നി എന്ന് പറയപ്പെടുന്നത് ആ ബ്രഹ്മസ്വരൂപമായ ജീവശക്തി, ആ കുണ്ടലിനിയെ നമ്മൾ പ്രോജ്വലിപ്പിക്കുകയാണ്. അപ്പോൾ ഗണപതി ഹോമത്തിലൂടെ ചെയ്യുന്നത് എന്താണ്? അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ നെയ്യ് തുടങ്ങിയ ദ്രവ്യങ്ങൾ സമർപ്പിച്ച് അഗ്നിയെ കൂടുതൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് പ്രാണായാമ പ്രക്രിയാദികളിലൂടെ യോഗികൾ വിഷ്ടി ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മശക്തി എന്ന കുണ്ഡലിനിയെ മനന നിധിധ്യാസന പ്രക്രിയാദികളിലൂടെ, പ്രാണായാമാദികളിലൂടെ നിരന്തരമായി ജീവശക്തിയെ പ്രോജ്വലിപ്പിക്കുന്ന ആ ധ്യാനമാർഗത്തെയാണ് വൈദിക സമ്പ്രദായത്തിൽ ഗണപതി ഹോമത്തിലൂടെ ഇവിടെ തന്ത്രശാസ്ത്രപരമായി ഭൗതികമായി ആചരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ആ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ ജീവൻ്റേതായ ആ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ആ ജീവശക്തി വർദ്ധിച്ചാൽ നേരത്തെ പറഞ്ഞതായ ഇന്ദ്രിയ ഗണങ്ങളും, അതായത് കർമ്മേന്ദ്രിയങ്ങളും കോശസംഘാതങ്ങളും അതേപോലെ തന്നെ ശരീരത്തിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഗണങ്ങളെയും അതായത് പ്രവർത്തിപ്പിക്കുന്നത് ഈ ജീവാത്മാവാണ്. അതിനാണ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ദുർഗയെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദുർഗയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ദുർഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെ പുരാണത്തിലൊക്കെ കാളി, ലക്ഷ്മി, സരസ്വതി എന്നാണ്. അപ്പോൾ ഇതിനെ ലളിതാ സഹസ്രനാമത്തിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ദുർഗയെന്ന് പറഞ്ഞാൽ കാളിയും ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ ചേരുന്നതാണ്. അപ്പം ആ ജ്ഞാനം, അതായത് ജീവൻ്റെ സത്വഗുണ പ്രകൃതിയെ ശക്തികളെയാണ് ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ 3 ശക്തികളും ജീവനിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ ആളിന് ചെയ്യാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അതുപോലെ അതിനെപ്പറ്റിയുള്ള അറിവ്, ജ്ഞാനശക്തി ഉണ്ടാകണം. ചെയ്യാനുള്ള ക്രിയാശക്തിയും ഉണ്ടാകണം. അതിനുള്ള കഴിവ് കൂടി ഉണ്ടാകണം. അപ്പോൾ ആ ചെയ്യാനുള്ള ആഗ്രഹം വേണം, ചെയ്യാനുള്ള ശക്തി വേണം, ചെയ്യാനുള്ള അറിവ് വേണം. ഏതൊരു പ്രവൃത്തി ഏതൊരാൾ ചെയ്യണം. അപ്പോൾ ഇത് ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമായി ജീവനിൽ നിലനിൽക്കുന്ന 3 തത്വങ്ങളാണ്, 3 തലങ്ങളാണ്, അല്ലെങ്കിൽ 3 കഴിവുകളാണ്. അപ്പോൾ ഇതിനെയാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ശക്തികളെയും കൂടെ ചേരുന്നതിനെയാണ് ദുർഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദുർഗയെ, ആ ഭുവനേശ്വരിയായിരിക്കുന്ന ദുർഗയെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യേ നമ എന്നാണ് പറയുന്നത്. അതിനാണ് അറിയാവുന്നവർ ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പരമാത്മഭാവത്തെ നിരന്തരമായി വെഷ്ടി ശരീരത്തിൽ പുഷ്ടിപ്പെടുത്തുന്നതിന് രാവിലെ വിഷ്ണു സഹസ്രനാമവും, അതായത് പ്രകൃതി ശക്തി സ്വരൂപിണികളായിരിക്കുന്ന, അതായത് ശരീരം തുടങ്ങിയിട്ടുള്ള പ്രകൃതി ആകുന്ന എല്ലാറ്റിനെയും അതായത് ബലവത്താക്കാൻ, അതിനെ ആരോഗ്യമുള്ളതാക്കുന്നതിന് വേണ്ടി ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയാകുന്ന ഇത് 3 കൂടെ സ്ഥൂല സൂക്ഷ്മ കാരണ സ്വരൂപത്തിൽ നിൽക്കുന്ന ലളിതാ പരമേശ്വരിയെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അറിവുള്ളവർ എല്ലാ ദിവസവും വൈകുന്നേരം ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. പിന്നീട് വിഷ്ണു ആണ് 4ാമത് പ്രാർത്ഥിക്കേണ്ട, വിഷ്ണുവിനെ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിഷ്ണുവാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനസ്സിന് ബലമുണ്ടാകണം. മനസ്സിന് ബലമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്ണുവിനെ പോലെ, വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം നിറഞ്ഞ് വ്യാപിച്ച് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിനും ആ വ്യാപ്തി ഉണ്ടാകണം. ആകാശം എന്നതുപോലെ, ആകാശം എന്ന കുടയുടെ കീഴിൽ എല്ലാറ്റിനെയും, ഈ പ്രകൃതിയിലുള്ള എല്ലാറ്റിനെയും ഉൾപ്പെടുത്തുന്നത് പോലെ ആകാശം സ്വീകരിക്കുന്നു. അപ്പോൾ ആകാശത്തിനൊരു പേരേ ഉള്ളൂ, ആകാശം. പക്ഷേ ആകാശത്തിൻ്റെ താഴെയുള്ള ഭൂമിയിൽ, ആ ഭൂമിക്ക് എത്രയോ പേരുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. തിരുവനന്തപുരമെന്നും എറണാകുളമെന്നും അല്ലേ, ആ ആയിരക്കണക്കിന് പേരുകളാണ് ഇട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് തലങ്ങളെ ആകാശം എന്നതിന് ഉൾക്കൊള്ളുന്നു ഈ ആകാശത്തിൻ്റെ താഴെ. ഇതേപോലെ മനസ്സിന് വലിയ വ്യാപ്തി ഉണ്ടാകുമ്പോൾ ആ വിശ്വമാകെ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ആ മനസ്സിന്, നമ്മുടെ വിഷ്ടിയിലുള്ള ഓരോ മനസ്സിനും ഈ പരന്ന വെളിവെങ്കിൽ നിരന്ന് കാണാം എന്ന് ഭാഗവതത്തിൽ വിരാട് സ്വരൂപത്തിൽ പറഞ്ഞതുപോലെ, ഈ പരന്ന വെളിവുണ്ടായാൽ, മനസ്സിന് ഈ വ്യാപ്തി വന്നാൽ, ആ ബോധം വന്നാൽ, എല്ലാറ്റിനെയും, സുഖത്തെയും ദുഃഖത്തെയും സന്തോഷത്തെയും ആ സമഭാവനയോടുകൂടി സുഖവും ദുഃഖവും അനുഭവകാലം എന്ന് പറഞ്ഞതുപോലെ സുഖദുഃഖങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും. ശത്രുമിത്രങ്ങളെന്ന് പറയുന്ന അവസ്ഥ, ശത്രുവിനെയും മിത്രത്തോടൊപ്പം തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കും.
അതായത് തന്നെ എല്ലാറ്റിനെയും സമഭാവനയിൽ കാണുവാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ അത് മനസ്സിന് വിഷ്ണുവിനെ പോലെയുള്ള സ്ഥിതി ഉണ്ടാകണം. അതിനാണ് വിഷ്ണുവിനെ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പിന്നീട് വിവേകമാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ വിവേകം എന്ന് പറയുന്നത് ബുദ്ധി വാഗീശൻ എന്നാണ്. സാക്ഷാൽ മഹാദേവൻ നമ്മളുടെ ബുദ്ധി എന്നാണ് അറിയപ്പെടുന്നത്. വിഷ്ണു ശരീരത്തിൽ നിലനിൽക്കുന്ന വിവേകജ്ഞാനം സാക്ഷാൽ മഹാദേവനാണ്. അപ്പോൾ അതുകൊണ്ട് തൃക്ഷിണാം മഹാദേവൻ തൻ ഹൃദയമെന്നറിഞ്ഞാൽ വിരാട് സ്വരൂപണ്ണനെ പറയുകയാണ്, ദക്ഷിണാകുന്ന സാക്ഷാൽ മുക്കണ്ണൻ എന്ന് പറയുമ്പോൾ എന്താ, ഭൂതം ഭാവി വർത്തമാനം 3 കാലത്തെക്കുറിച്ച് ജ്ഞാനമുള്ള ആളാണ്, ത്രികാലജ്ഞാനിയാണ്. അതുകൊണ്ടാണ് 3 കാലത്തെയും നോക്കിക്കാണാൻ സാധിക്കും ഭഗവാന്. അങ്ങനെ അതിനെ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഭൂതം ഭാവി വർത്തമാനമൊക്കെ അറിയാവുന്ന ജ്ഞാനം അത് വിവേകജ്ഞാനമാണ്, പരമജ്ഞാനമാണ്. അപ്പം ആ പരചിത്താഭിജ്ഞത്വം, അതായത് അഷ്ടസിദ്ധികൾ കരസ്ഥമാക്കുന്നവർക്ക് ഭൂതം ഭാവി വർത്തമാനമൊക്കെ അറിയാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിവേകം ഇതിന് അടിസ്ഥാനമാണ്. അപ്പോൾ ബുദ്ധി പ്രവർത്തിച്ചില്ലെങ്കിൽ വിവേകം ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യനിൽ ബുദ്ധി, വിവേകം, ബോധം വർദ്ധിക്കുന്നതിനുണ്ടാകുന്നതിന് ആ ബുദ്ധി ചൈതന്യ സ്വരൂപമായിരിക്കുന്നതിനെ നമ്മൾ ഭാരതീയ സങ്കല്പത്തിൽ മഹാദേവൻ അല്ലെങ്കിൽ സദാശിവൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഭഗവാനെ, മഹാദേവനെ പ്രാർത്ഥിക്കണം. ഇതിനടിസ്ഥാനമായി ഈ 5 പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും നിത്യവും വേണ്ടതാണ്. ഇത് കുട്ടികൾക്ക് മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുത്ത് ഇതിനാണ് പ്രാർത്ഥിക്കേണ്ടത്, ഈ 5 ദേവന്മാരെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞ് ആ 5 ദേവന്മാരുടെ ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച് തുടങ്ങിയാൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ആ മനുഷ്യർ വളർന്നു വരുന്ന ഓരോ മനുഷ്യരിലും ഉണ്ടാകും. ഇത് സദാചാരത്തിൻ്റെ ഭാഗമായി ആചരിക്കുന്ന ഏറ്റവും ഉത്തമമാണ്. ഹരിയോം. അടുത്ത ഒരു ആചാര ആശയമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. ഹരിയോം ഹരിയോം ഹരിയോം.